ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ക്വിസ് കോമ്പറ്റീഷൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ 2025 ആഘോഷിക്കുന്നത്? ആൻസർ 79ാമത്തെ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. അതാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതമാണ് വന്ദേ മാതരം, ദേശീയ ഗാനമാണ് ജനഗണമന. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം ഏത്? ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്നും പറയും. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം. അടുത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഏത് വർഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്? 1947. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15-നാണ്. അതേ വർഷം തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമവും പാസാക്കിയത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നാണ്? 1950 ജനുവരി 26-ന്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26-ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ലാൽ, ബാൽ, പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരെല്ലാമാണ്? ലാലാ ലജ്പത് റായ്, അത് ലാൽ. പിന്നെ ബാലഗംഗാധര തിലകൻ, ബാൽ. ബിപിൻ ചന്ദ്രപാൽ, പാൽ. അങ്ങനെ കേട്ടോ. അപ്പോൾ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബാൽ. പാൽ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാൽ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാര്? അതാരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത്. ഈ സുഭാഷ് ചന്ദ്രബോസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നേതാജി അല്ലേ? നേതാജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത്. സ്വാതന്ത്ര്യ സമരകാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. നവജീവൻ, ഹരിജൻ ഇങ്ങനെയുള്ള പത്രമൊക്കെ ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്താണ് അദ്ദേഹം ഈ പത്രങ്ങളെല്ലാം ആരംഭിച്ചത്. ഇതൊക്കെയാണ് നവജീവൻ, ഹരിജൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ആ പുസ്തകം രചിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഡോക്ടർ S രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? അത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അപ്പോൾ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനുമാണ്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതിനുശേഷം ഇതുവരെ ഒരു വനിതാ പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? അത് ശ്രീമതി പ്രതിഭ പാട്ടീൽ ആണ്. പ്രതിഭ പാട്ടീലാണ്. പിന്നെ രണ്ടാമത്തെ ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ ദ്രൗപദി മുർമു.